ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഭർത്താക്കന്മാരുടെ തലയുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് സൊല്യൂഷൻ കൊടുക്കുന്ന തലയാണ്. ഭാര്യ ഒരു പ്രോബ്ലം പറഞ്ഞു, ഉടനെ തന്നെ ഭർത്താവ് സൊല്യൂഷൻ പറയും. നിങ്ങൾ സൊല്യൂഷൻ പറയുമ്പോൾ നോക്കിക്കോ, നീ പറയുന്ന സൊല്യൂഷൻ മുഴുവനൊന്നും ഭാര്യ കേൾക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സൊല്യൂഷൻ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവൾ അടുത്ത പ്രോബ്ലം പറയും. അതിനും നീ സൊല്യൂഷൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം അങ്ങ് തട്ടും, ദേ കിടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പിന്നെ നിനക്ക് മിണ്ടാൻ പോലും പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പുരുഷന്മാരുടെയും വിചാരം ഈ ഭാര്യ പറയുന്ന പ്രോബ്ലത്തിനൊക്കെ സൊല്യൂഷൻ കൊടുക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് ചില പുരുഷന്മാർ ഭാര്യ പ്രോബ്ലം പറഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ചില ശുദ്ധരായ ഭർത്താക്കന്മാർ രാത്രി ഉറക്കോളച്ചിരുന്ന് സൊല്യൂഷൻ ആലോചിക്കുകയാണ്. എൻ്റെ ഭാര്യ അങ്ങനെ പറഞ്ഞു, ഞാനിനി എന്നാ ചെയ്യും? അങ്ങനെ സൊല്യൂഷൻ ആലോചിച്ച് പല രാത്രികൾ തന്നെ ഉറക്കം നഷ്ടപ്പെട്ട് ചില ശുദ്ധരായ ഭർത്താക്കന്മാർ മെൻ്റൽ ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. നീ സൊല്യൂഷൻ ഒന്നും പറയാൻ പോകണ്ട, അവളെ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. ഭാര്യയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഒരു സ്ത്രീ അങ്ങോട്ട് കണ്ടമാനം ചൂടാകുകയാണ്. ഭയങ്കരമായ വിമർശന വാക്കുകൾ, കുത്തുവാക്ക് എല്ലാം അതിനകത്തുണ്ട്. ഇതൊക്കെ അവൾ പറഞ്ഞാലും ഒരു ഭർത്താവ് മനസ്സിലാക്കണം, അവൾ ഈ പറഞ്ഞതൊന്നും നിനക്കെതിരായിട്ടല്ല. അപ്പം ചിലർ പറയും, അവളെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കുടുംബത്തിന് പോലും സ്റ്റാൻഡേർഡ് ഇല്ലെന്നല്ലേ അവളാ പറഞ്ഞത്. അതൊക്കെ ശരിയാണ്, വാക്കിനർത്ഥം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അവൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത്? അവൾ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതായത് അവൾ ആ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ആ വിഷയം എത്ര ആഴത്തിലാണ് അവളുടെ ഉള്ളിൽ സങ്കടവും മുറിവും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുറിവിൻ്റെ ആഴമാണ് അവൾ പ്രകാശിപ്പിച്ചത്. അത് നിനക്കെതിരായിട്ടല്ലത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അവൾ അവതരിപ്പിച്ച വിഷയം അവളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം വേദനയും ദുഃഖവും മുറിവും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് അവൾ പ്രസൻറ്റ് ചെയ്തത്. അത് നിനക്കെതിരായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ആ പറഞ്ഞത് എനിക്കെതിരായിട്ടാണ്. അങ്ങനെ പേഴ്സണലായിട്ട് ഭർത്താക്കന്മാർ എടുക്കരുത്. അങ്ങനെ എടുത്താൽ ഭാര്യയെ കേൾക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടും. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിലെല്ലാം എല്ലാ ഗ്രന്ഥകർത്താക്കന്മാരും പൊതുവായി പരാമർശിച്ചിരിക്കുന്ന ഒരു വാചകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, എങ്കിൽ പോലും ഞാൻ ഈ ക്ലാസ്സിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഇവിടെ പറയുന്നു എന്ന് മാത്രം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഗൗരവമായി വഴക്കുണ്ടായി കഴിഞ്ഞാൽ, രാത്രി നിങ്ങൾ ഒരുമിച്ച് കിടന്നാൽ ഭർത്താവിൻ്റെ കയ്യെങ്ങാനും ഭാര്യയുടെ കയ്യെ തൊട്ടാൽ മതി, അത് അവൾക്ക് അറപ്പും വെറുപ്പും ദേഷ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം ഒരുമിച്ച് കിടക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ശരിയായിക്കോളും എന്ന് അങ്ങനെ വിചാരിക്കരുത്. അത് പറഞ്ഞു തന്നെ തീർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്. ഒരു പെൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുവാനുള്ള ജന്മവാസന അവൾക്കുണ്ട്. പക്ഷേ ആ വീട്ടിലെ മാതാപിതാക്കന്മാർ ഭയങ്കര ദേഷ്യക്കാരും ഒന്ന് ലിസൺ ചെയ്യാനുള്ള മനസ്സില്ലാത്തവരുമാണെങ്കിൽ പെൺകുട്ടിയിൽ സംഭവിക്കുന്നത് ഷെയർ ചെയ്യുവാനുള്ള ആ വാസന ബ്ലോക്കാവും. അത് ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടിയിൽ ഉണ്ടാകുന്നത് മൂഡ് ചേഞ്ച് എന്ന ക്യാരക്ടറാണ്. മൂഡ് ചേഞ്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, കണ്ണെല്ലാം നിറഞ്ഞ് മുഖമെല്ലാം വീർപ്പിച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറയാൻ
മുറിയുടെ നേരെ മൂലയിൽ പോയിരിക്കുക, ഭക്ഷണം ബഹിഷ്കരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. കുറേ കഴിയുമ്പോൾ വീണ്ടും നോർമലാകും, വീണ്ടും ഏതൊരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ തന്നെ മൂഡ് ചേഞ്ച്, മുഖമെല്ലാം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കും. അങ്ങനെ മൂഡ് ചേഞ്ച് എന്ന ക്യാരക്ടറിലായിരിക്കും പിന്നെ അവർ വളരുക. ഈ പെൺകുട്ടി കുറേ കഴിയുമ്പോൾ വിവാഹിതയാകുന്നു. താൻ കയറി ചെന്ന വീട്ടിലെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിൽ പരാജയമാണെന്നെങ്ങാനും തോന്നിയാൽ അവിടെയും ഈ മൂഡ് ചേഞ്ച് എന്ന ക്യാരക്ടർ അവൾ തുടരുന്നു. അങ്ങനെ അത് തുടർന്നു കഴിഞ്ഞാൽ 48, 49 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ അതിൽ പല സ്ത്രീകളും ഡിപ്രഷൻ പേഷ്യൻ്റായിട്ട് മാറുന്നു, വിഷാദ രോഗികളായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് നഷ്ടം? ഒരു കുടുംബത്തിന് അമ്മ ആവശ്യമുള്ളപ്പോൾ, ഭാര്യ ആവശ്യമുള്ളപ്പോൾ അവൾ മാനസിക രോഗിയായി തീർന്നാൽ ആർക്കാണ് നഷ്ടം? നമ്മൾ തന്നെ പരിശോധിക്കുക. ഒന്ന് കൈ ഉയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെയും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു 10-25 വർഷത്തിനുള്ളിലാണ് നമ്മുടെ കേരളക്കരയിൽ ഈ മൊബൈൽ ഫോണൊക്കെ വരാൻ തുടങ്ങിയത്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ചില കുടുംബങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഷെയറിങ്ങും ഇല്ല. അതുകൊണ്ട് ഭാര്യയ്ക്ക് അവൾ പറയുന്നത് കേൾക്കാനോ അതിനുവേണ്ടി അല്പം സമയം ചെലവഴിക്കാനോ ഇല്ല. അങ്ങനെയുള്ള ചില വീടുകളിൽ ചില സ്ത്രീകളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ എത്തിക്കഴിഞ്ഞപ്പോൾ അവരതിനകത്ത് വയ്യ തോണ്ടി ഒരിക്കലും മിണ്ടാൻ പറ്റാത്ത ചില ആളുകളുമായി മിണ്ടി നമ്മുടെ ഈ കേരളക്കരയിൽ പല കുടുംബങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ഭർത്താക്കന്മാരും ഇത് മനസ്സിലാക്കുക. ഒരു സ്ത്രീയുടെ മാനസികാരോഗ്യം അവളുടെ ഷെയറിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഷെയറിങ്ങിനുള്ള സമയം ഈ ആധുനിക കാലഘട്ടത്തിൽ ഭർത്താക്കന്മാർ കണ്ടെത്തണം. അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ അവൾക്ക് വലിയ പ്രലോഭനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലുള്ള എല്ലാ ഭർത്താക്കന്മാരും ഇത് വലിയൊരു ഉത്തരവാദിത്വമായി സ്വീകരിക്കേണ്ടതാണ്.